ഉണ്ടാ പെണ്ണ് കിട്ടിയാ ഇപ്പളേ നോക്കി എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കല്യാണം കുടുംബം കുട്ടികൾ ഇതൊക്കെ ഉണ്ടാവണം തന്നെയാണ്. അങ്ങനെ അത് ഞാനൊരു സാധാരണ കുടുംബത്തിൽ ഇതുപോലെ ഒരു നാട്ടും പുറത്ത് ജനിച്ച് വളർന്നേ. അതുകൊണ്ട് ഞാൻ എൻ്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ കല്യാണം കഴിഞ്ഞ് സെപ്പറേറ്റ് ആയൊരു വ്യക്തിയാണ്. അല്ലേ വേണ്ടടാ അത് വേണ്ട, അത് ഭയങ്കര പണിയായിരിക്കും, വേണ്ട ഇത് കട്ട് ചെയ്താ. ആ ഈ ലൈഫ് പാർട്ട്ണർ നമുക്ക് ആപ്റ്റാണോ എന്നുള്ളത് അവരോട് ജീവിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇനി എത്ര നോക്കിയാലും നമുക്ക് പുറം വശം മാത്രമേ നമുക്കത് മനസ്സിലാവും. ഇപ്പം ലിവിങ് ടുഗദർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതായിരിക്കോ. ഞാൻ ഒരു ഡ്രീമിന്റെ കാര്യം പറഞ്ഞ നീ ഒരു പണി തരാൻ നോക്കി, അടുത്ത ഡ്രീം ഞാൻ പറഞ്ഞ മഞ്ഞു വീണതറിഞ്ഞില്ല, വെയിൽ വന്നു പോയതറിഞ്ഞില്ല, ഓമനേ നീ വരും നാളുമെണ്ണീരുന്നു ഞാൻ. ഹായ് ഹലോ നമസ്കാരം, ദിസ് ഈസ് മീ ബിയർ. വയസ്സ് എത്രയും 30 എന്ന സിനിമയുടെ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കാൻ സിനിമയിലെ പ്രധാന കഥാപാത്രം അഭിനയിച്ച സുമലത ടീച്ചറിനെ വിളിക്കണോ, എങ്ങനെയാ വിളിക്കണ്ടേ, അതോ ചിത്ര എന്ന് വിളിക്കണോ? ചിത്ര എന്ന് വിളിക്കണം. പക്ഷെ പ്രേക്ഷകരിൽ അറിയുന്ന സുമലത എന്നുള്ള ഇതിലാണോ? അങ്ങനെ അങ്ങനെ ഒരു ഇപ്പോഴും ആളുകൾ അങ്ങനെ തന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നത്? എല്ലാരും അല്ല, കുറച്ചാൾക്കാര് സുമലത ടീച്ചർ. അത് മാത്രല്ല സുരേഷ് ഏട്ടന്റെ ആ ടീച്ചറല്ലേ എന്നാ ചോദിക്കല്. സുരേഷ് ഏട്ടന്റെ ടീച്ചറല്ലേ? അത് എന്താ പറയാ, ഒരു അത്രയും എന്താ പറയാ എന്നാത്താൻ കേസ് കൊടുക്കുന്ന ഒരു ഒറ്റ ചിത്രം കൂടെ, ഫസ്റ്റ് ചിത്രം എന്താണ് ഇത്രയും ഹിറ്റായി? എങ്ങനെയാണ് പ്രേക്ഷകർ? ഒരു ചിത്രം മാത്രമേ ഇറങ്ങിയിട്ടില്ല, ഒരെണ്ണം പോരെ സിഗ്നേച്ചർ ആവാനായിട്ട്. അല്ല അതല്ല, വേറൊരു ക്യാരക്ടറിന്റെ പേരും ഐഡന്റിഫൈ ചെയ്യാനില്ല, ഇതുവരെ ഇറങ്ങിയിട്ടില്ലല്ലോ. ഇപ്പം ഈ വയസ്സത്രയും വന്നതോടെ ഇനി ബബിത എന്ന് പറയുമോന്ന് അറിയില്ല. ഇപ്പം സുമലത എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ പേരിലാണ് പോകുന്നത്. വയസ്സ് എത്രയും 30, ആ ഒരു ടൈറ്റിൽ തന്നെ വയസ്സെന്നുള്ളൊരു ഇതുണ്ട് ഹൈലൈറ്റ് ചെയ്ത്. ശരിക്കും എന്താണ് സംഭവം, എന്താണ് അങ്ങനെ ടൈറ്റിൽ എന്താണ്? അത് ഈ കല്യാണപ്രായം കഴിഞ്ഞ് നിൽക്കുന്നവരും പേര് അല്ല വയസ്സ് വയ്ക്കുമ്പം എത്ര വയസ്സെന്ന് വെച്ചാൽ എത്രയോ അറിയോ? എനിക്ക് 26 വയസ്സ്. 30 അതന്നെ അതിന്റെ അവസ്ഥ. അപ്പോൾ വയസ്സ് പറയാൻ മടിയുണ്ട്. അതുപോലെ കല്യാണം കഴിക്കാൻ പറ്റാത്ത ഒരു കൂട്ടം ചെറുപ്പക്കാരെ കഥ പറയുന്നു. ഒരു കൂട്ടമല്ല, അങ്ങനെയുള്ള ചെറുപ്പക്കാരിൽ നിന്ന് ഒരാളാണ് ഇതിൽ ക്യാരക്ടറായ ബ്രിഗേഷ് എന്ന് പറയുന്ന പ്രശാന്തായിട്ട് ചെയ്യുന്ന ക്യാരക്ടർ. അപ്പം അങ്ങനെ ആ സിനിമക്ക് ഒരു തീമിന് ആപ്റ്റായിട്ടുള്ള പേര് തന്നെയാണ് വയസ്സത്രയും. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ നാട്ടിലെ ആ പ്രശ്നമാണ്, കണ്ണൂർ ഭാഗത്തോട്ടുള്ളവരെല്ലാവരും പറയുന്നത് പെണ്ണ് കിട്ടാൻ പാടാണ്. ശരിക്കും അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉള്ളൊരു ലൊക്കേഷനും വടകര എവിടെയല്ലേ? വടകരല്ല, എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്, എൻ്റെ കസിനൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം വയസ്സ് 30 ആയി നിൽക്കുന്ന പെണ്ണ് കിട്ടുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അത് റിലേറ്റ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും. ശരിക്കും ഇത് ആണുങ്ങൾ മാത്രം ഫേസ് ചെയ്യുന്ന പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ടോ? ഒരു പെൺകുട്ടികളും പ്രശ്നം ഭൂരിഭാഗം ആണുങ്ങളെ ഫേസ് ചെയ്യുന്നത്. കാരണം ഇങ്ങനെയുള്ള വീട്ടില് പെൺകുട്ടികൾക്കാണ് ഡിമാൻഡ്സ് കൂടുതലുള്ളത്. ക്വാളിറ്റി നോക്കാതെ അങ്ങനെ ഡിമാൻഡ് കൂടുതലിടുമ്പോൾ ആണുങ്ങൾക്ക് പെണ്ണ് കിട്ടുന്നില്ല, കിട്ടാതെ വരുന്നു. ഉണ്ടാ പെണ്ണ് കിട്ടിയാ ഇപ്പളേ നോക്കി. കാരണം എന്താ വെച്ചാൽ ഇപ്പം നോർമലി ഒരു പെണ്ണ് കാണാൻ പോവാണെങ്കിൽ തന്നെ ഫസ്റ്റ് വെക്കുന്നത് എന്താ, എവിടെയാണ് താമസം, വീടും ജോലി. ഇത് ഗവൺമെന്റ് ജോലിയാണെങ്കിൽ ഒന്നുകൂടെ ഹയർ ആയിരിക്കും. ഇത്ര ജോലി എന്താണ്, സാലറി എത്രയുണ്ട്, എത്ര സേവിങ്സ് ഉണ്ട്, വീട്ടിൽ ആരുണ്ട്, വീട്ടുകാരെങ്ങനെയാണ്, നാട്ടുകാരെങ്ങനെയാണ്, വീട്ടിൽ വന്നാൽ എങ്ങനെയായിരിക്കും, സൗകര്യം ഉണ്ടോ? ചോദിച്ചു തോന്നില്ല, ചോദ്യം കറക്റ്റ് അറിയാം. അല്ല, പലരും ഇങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ നമ്മളൊന്നും ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ശരിക്കും അങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ടോ? നമ്മൾ ജോബ് ആപ്ലിക്കേഷന് പോകുന്ന പോലെയാണ് പെണ്ണ് കാണാൻ പോകുന്ന പോലെ ആണോ? എന്തിനാണ് പോകുന്നത് നമുക്ക് തന്നെ അറിയത്തില്ല. ജോബിന് അപ്ലൈ ചെയ്യുന്ന പോലെ ആണ് പെണ്ണ് കാണാൻ പോകുന്നത്. എല്ലാം ഇപ്പം എല്ലാ തരത്തിലും എല്ലാം നോക്കിയിട്ട് തന്നെയാണ് ഇപ്പം. അതുകൊണ്ട് തന്നെയല്ല ഈ സാധാരണ ജോലിക്കാർക്ക് പെണ്ണ് കിട്ടാതെ വരുന്നു. ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളും എന്താ പറയുക, നല്ലൊരു ജോലിയും നല്ല ഇതുണ്ടെങ്കിൽ മാത്രമേ പെണ്ണ് കെട്ടാൻ പറ്റത്തുള്ളൂ. അതെ, പ്രത്യേകിച്ച് ഗവൺമെന്റ് ജോലിക്കാർക്കേ പെണ്ണിനെ കൊടുക്കുന്നു എന്നില്ല ആ ഒരു കൺസെപ്റ്റാണ് കാണുന്നത്. വന്ന് പെണ്ണ് കിട്ടണമെങ്കിൽ ഇപ്പൊ ഗവൺമെന്റ് ജോബ് വേണമെന്നുള്ള അവസ്ഥയല്ലേ? പെണ്ണ് കെട്ടാൻ വേണ്ടിയാണ് ജോലി എടുക്കേണ്ടത്, അതോ ജോലി കിട്ടാൻ വേണ്ടി പെണ്ണ് കിട്ടണമല്ലോ? അല്ല, ഇത് കൂടുതൽ മനസ്സിലാവുന്നതിന് ഈ സിനിമേന്റെ ഇത് വടകര ഭാഗത്ത് നടന്ന ഒരു ഇത് ഇപ്പൊ നമ്മളെ പ്രൊഡ്യൂസർ, ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഷിജു ഏട്ടൻ, അവരെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ, ഈ ബ്രിഗേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ ഷിജു ഏട്ടന്റെ ലൈഫിൽ നിന്ന് വന്ന ഒരു ക്യാരക്ടർ. അപ്പം ആ സ്ക്രിപ്റ്റിലൂടെ കടന്നു പോകുമ്പോൾ ഇത് എത്രത്തോളം ഇതിന്റെ പ്രാധാന്യം മനസ്സിലാവുന്നത് അല്ലേ. പെണ്ണ് കിട്ടിയില്ല അങ്ങനെയില്ല, അവരെ മാനസികമായിട്ട് അവരനുഭവിക്കുന്ന വേദനകളും കാര്യങ്ങളും എല്ലാം ഒരു ഹ്യൂമർ രീതിയിൽ ഇത് കൊണ്ടുപോകുന്നതുകൊണ്ട്. പക്ഷെ എല്ലാം മനസ്സിലായി ഇതിലേ കൂടി എത്രമാത്രം അവര് ടെൻഷൻ.
അത് സമൂഹത്തിന്റെ മുമ്പിൽ അവർ ഇൻസൾട്ട് ആവുന്നതും പെണ്ണ് കിട്ടിയില്ലേ, അവന് വരെ പെണ്ണ് കിട്ടി, അങ്ങനെയുള്ള ഒരു നോർമലി ഒരു ആണുങ്ങളുടെ കേസിൽ ഇങ്ങനത്തെ പറയുന്നു. ഒരു നോർമൽ ഒരു ഫീമെയിലിന്റെ കേസിലാണെങ്കിൽ എങ്ങനെയായിരിക്കും അത് ഫേസ് ചെയ്യുന്നത്? ഞാന് എന്റെ അനുഭവത്തിൽ ഇപ്പൊ അങ്ങനെയൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന എന്റെ ചുറ്റുവട്ടുള്ളവര്, അപ്പൊ അങ്ങനെ പറയാൻ പറ്റുന്നില്ല അതെങ്ങനെയായിരുന്നു അവരെ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യം. കാരണം ഈ പറഞ്ഞ പോലെ ഒരു വയസ്സെത്തി കഴിഞ്ഞാൽ ഒരാണ് പെണ്ണ് കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്താണ് കല്യാണം കഴിക്കാത്ത, അവര് കല്യാണം കഴിച്ചു, ഇന്നൊരു കല്യാണം കഴിച്ചു. സാധാരണ ഒരു സമൂഹത്തിൽ ഉണ്ടാവുന്ന കല്യാണം കഴിച്ചില്ലെങ്കിൽ കല്യാണം കഴിക്കാത്ത, എന്താ കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികളായി, അങ്ങനെ എന്തോ ഒരു സൈക്കിള് പോലെ ഇങ്ങനെ ഒരു പ്രായത്തെ 20 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിത്തം കഴിഞ്ഞില്ലേ, ജോലി നോക്കുന്നില്ലേ, ജോലി കിട്ടി കഴിഞ്ഞാൽ സാലറി ഉണ്ടോ, സാലറി കിട്ടി കഴിഞ്ഞാൽ കല്യാണം എപ്പോഴാ, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളൊന്നും ഇല്ല. ഇതൊരു സ്വാഭാവികമായിട്ടും പോകുന്ന ഒരു കാര്യം, ഇതിന് മാറ്റാനും പറ്റൂല തോന്നില്ല അങ്ങനെ. ശരിക്കും പറഞ്ഞാൽ ഒരു ഈ കൾച്ചർ മാറണം എന്നുണ്ടോ? അപ്പൊ കല്യാണം എന്ന സിസ്റ്റം വേണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കല്യാണം, കുടുംബം, കുട്ടികൾ ഇതൊക്കെ ഉണ്ടാവണം തന്നെയാണ്. അങ്ങനെ അത് ഞാനൊരു സാധാരണ കുടുംബത്തിൽ ഇതുപോലെ ഒരു നാട്ടും പുറത്ത് ജനിച്ച് വളർന്നതാണ്. അതുകൊണ്ട് എനിക്ക് സാധാരണ നല്ല രീതിയിൽ കല്യാണം, കുടുംബം അങ്ങനെ തന്നെയാണ് ഇഷ്ടം. അങ്ങനെ ഒരു ജീവിതമാണ് ഇഷ്ടം. അതെ, പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഒരു ദിവസം വന്ന് ചായ കുടിച്ച് പരിചയപ്പെടുന്നവരെ കല്യാണം കഴിക്കുന്നതല്ല, നന്നായി മനസ്സിലാക്കി അങ്ങനെ സമയമെടുത്ത് ഒരാളെ ക്യാരക്ടർ. പക്ഷെ എത്രയായാലും മനസ്സിലാക്കാൻ നമുക്ക് പറ്റൂല. ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ കുറെ സമയമെടുക്കും. ഈ പറഞ്ഞ പോലെ ഒരു ഗ്രാമത്തിൽ നിന്ന് നല്ലൊരു നട്ടുംപുറത്ത് നിന്നാണ് വരുന്നത്. അപ്പൊ അവിടെ നിന്ന് ഇന്ന് ഈ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്ന് ഒറ്റ പടം ചെയ്തെങ്കിൽ പോലും ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ എങ്ങനെ ഫീൽ ചെയ്യുന്നത്? തിരിച്ചറിയുന്ന വെച്ചാൽ എല്ലാരും തിരിച്ചറിയുന്നൊന്നുമില്ല, എന്നാലും ഒരു 10-ഒരു 2-5 പേര് തിരിച്ചറിയുന്നുണ്ട് എന്നെ. ഇപ്പം ചിത്ര എന്നുള്ളൊരു വ്യക്തിനെ എടുത്താൽ എൻ്റെ നാട് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ വന്നിട്ടുണ്ടോ കാസർഗോഡ് ഭാഗത്ത്? കാസർഗോഡും നീലേശ്വരത്തിനും ഉള്ളിലോട്ട് കുന്നുംകൈ എന്ന് പറയുന്ന നല്ല മലയോര പ്രദേശമാണ്. ഞങ്ങൾക്കിപ്പോൾ ഒരു ടൗണിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ ദൂരമുണ്ട് യാത്ര, കാഞ്ഞങ്ങാട് നീലേശ്വരം 1 മണിക്കൂർ. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനെ സിനിമ എന്ന് പറയുന്നത് ഒരു സ്വപ്നങ്ങളിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. എത്തിപ്പെടാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല. അങ്ങനെ അത് മാത്രമല്ല, ഒരാളോട് വീട്ടിൽ നിന്നും അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പോലെയല്ല ഒരു ഓഡിയൻസിൻ്റെ മുമ്പിൽ കയറി സംസാരിച്ചിട്ട് ഇതുപോലെ ഇതെല്ലാം പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല. കാസർഗോഡ് പറയുമ്പോൾ കാസർഗോഡ് എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നുന്നത് കാസർഗോഡ് ഭാഷയാണ്. അവരോട് സംസാരിക്കുമ്പോൾ എന്താ ചിലപ്പോൾ അതൊന്നും മനസ്സിലാകത്തില്ല, എന്നാൽ ഭയങ്കര സ്പീഡായിട്ട് എനിക്ക് തോന്നി. ശരിക്കും കാസർഗോഡ് ഞാൻ ഇപ്പോൾ എന്തെങ്കിലും ചോദിക്കാം, കാസർഗോഡ് എനിക്ക് റിപ്ലൈ തരാമോ? നിങ്ങൾ വിചാരിക്കുന്ന മറ്റേ എന്ത് ബൈച്ചിന പോയിന അത് കാസർഗോഡ് കുറച്ചും കൂടി അങ്ങോട്ടായി, വടക്കോട്ടായി. ഞാൻ നീലേശ്വരം ആ ഭാഗത്താണ്. അപ്പം അത്രക്ക് പ്രതീക്ഷിക്കുന്ന എനിക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല. ഞാനിപ്പോ പറയുന്നത് കാസർഗോഡ് അല്ലേ? അപ്പൊ കാസർഗോഡ് പക്കാ മലയാളമായിട്ടാണല്ലോ അങ്ങനെയാ തോന്നുന്നത്. അപ്പൊ ഞാൻ മാറിയല്ലേ? ഞാൻ എന്റെ ജില്ല വേറെയാന്നൊക്കെ നീ ചോദിക്ക്. നിങ്ങളെ നാടെവിടെയാ? ഞാൻ കാസർഗോഡ്. കാസർഗോഡ് എവിടെ? കാസർഗോഡ് നീലേശ്വരത്തിൽ നിന്ന് കുറച്ച് പോകണം. ജോലി ഉണ്ടോ? ഞാൻ ടീച്ചറാന്നുണ്ടായിനി, ഇപ്പൊ അത് മതിയാക്കി. പഠിപ്പിക്കാൻ എന്താ പഠിപ്പിക്കുന്നത്? അല്ല വേണ മാത്സ് ചെയ്യുന്ന എനിക്ക് ഇനി അതിന്റെ ചോദ്യം ചോദിച്ച അടിയോടെ. നിങ്ങളെ സിനിമയിലൊക്കെ നിങ്ങളെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ? എന്നെയല്ലേ കണ്ടിട്ടുണ്ടാവും. ഞാൻ അഭിനയിച്ചിനി, ഒരു സിനിമ അഭിനയിച്ചിനി. എങ്ങനെ ഉണ്ടായിരുന്നു ആ സിനിമയിലെ അനുഭവങ്ങൾ? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പാങ്ങുണ്ടായിനി പറഞ്ഞ അറിയോ? ഭംഗിയുണ്ടെന്നല്ലേ? പാങ്ങുണ്ടായിനി, പേടിയുണ്ടായിനി. ഇത്ര വലിയ ആളപ്പുരെല്ലാം ചെയ്യുന്ന പറയുമ്പോ കുറച്ച് നല്ല പേടി ഉണ്ടായിനി. ഇനിയും ഭാഷ അർത്ഥം നമുക്ക്. അപ്പം ഇപ്പം ഒരു ഒറ്റ സിനിമ ചെയ്ത് അത് റെക്കഗ്നൈസ് ആയി, ആ കഥാപാത്രം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ശരിക്കും അങ്ങനെ വിചാരിച്ചായിരുന്നു ഒരു സിനിമയിൽ ഒരു കുറച്ച് സീൻസേ ഉള്ളായിരുന്നു, 1-2 സീനുകൾ ഉള്ളായിരുന്നു, അത് ഇങ്ങനെ ക്ലിക്കാവുന്നപ്പോഴേലും വിചാരിച്ചായിരുന്നു? ഞാൻ ആ സിനിമയിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ല. സിനിമയും സിനിമാക്കാരും കാര്യങ്ങളൊന്നും എനിക്കത്ര ഇപ്പോഴും വലിയ അങ്ങനെയല്ല. ഞാൻ ജസ്റ്റ് വന്നത് 2-3 സിനിമ ചെയ്തതല്ലോ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. ഡീറ്റെയിൽ ആയിട്ടൊന്നും കാര്യങ്ങൾ പഠിച്ചു വരുന്ന ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഈ സിനിമ ചെയ്യുമ്പോൾ ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് ആ സിനിമ ചെയ്യാൻ പോകുമ്പോൾ ഉണ്ടായ ആൾക്കാർക്ക് അറിയുന്നല്ലാതെ ഞാൻ ആരോട് പറയാനൊന്നും പോയിട്ടില്ല. ഫസ്റ്റ് ദിവസം റിലീസായ ദിവസം ഞാൻ ആ സിനിമയെ കാണാൻ പോയില്ല, പേടിച്ചിട്ടാണ്. ഞാൻ ഉണ്ടാവുമോ എന്നറിയില്ല. സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഇങ്ങനെ ചിത്ര ഇതിലുണ്ടെന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് കുറച്ചെടുത്ത വീഡിയോ ലൈക്കുമ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയി കണ്ടപ്പം എല്ലാവരും ഉണ്ട്. സുമലതേൻ്റെ ആ ഒരു കോടതി സീനിലും കാണുമ്പോൾ ചിരിക്കുന്നുണ്ട്.
പക്ഷെ ഞാൻ ആ സീൻ കയറി ചെയ്തത് ഭയങ്കര പേടിച്ചിട്ടല്ലാന്ന് ചെയ്തേ. ഒരിക്കലും ഞാൻ ആ സിനിമയിൽ ഉണ്ടാവും, അങ്ങനെയല്ല, സിനിമേൻ്റെ കാര്യങ്ങളല്ലേ, ഉണ്ടാവുമെന്നും വിചാരിച്ചില്ല. ഇല്ലത് ഇങ്ങനെ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു ജോണറിലാണ് പോയതെന്നും ഞാൻ അറിയില്ലായിരുന്നു. അങ്ങനെയാ. ഇപ്പം ഇന്നിപ്പം എനിക്കിന്ന് കാസർഗോഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് കലാകാരന്മാരുള്ള ഒരു നാടാണ്. ഇപ്പോൾ നടിവാരെ തന്നെ മഹിമ നമ്പ്യാർ കാസർഗോഡുകാരിയാണ്, ഒരുപാട് സിനിമകൾ ചെയ്തു. അപ്പൊ പുള്ളിയെ പരിചയമുണ്ടോ? ഇല്ല, ഞാനും മധുര രാജയാന്ന് തോന്നുന്നു മഹിമ ചെയ്തേ. അതിനുശേഷം അപ്പോഴും അറിയില്ലായിരുന്നു ഇത് കാസർഗോഡുകാരിയാന്ന് അറിയില്ലായിരുന്നു. ഇപ്പോൾ ഈ RDX വന്ന സമയത്ത് എന്തായാലും നമ്മൾ അറിയുമല്ലോ, അങ്ങനെ മനസ്സിലാക്കിയതാ. അപ്പം ഇപ്പോൾ ഓരോ സിനിമ ചെയ്യുമ്പോഴും ഇപ്പം ഇതിലെ കഥാപാത്രം എത്രത്തോളം ഡിഫറെൻ്റ് ആണ്? ഒരു ഏത് സ്ലാങ്, ഒരു വടകര സ്ലാങ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ചൂട വടക്ക് ആ ലെവലാണോ? അങ്ങനത്തെ ഒരു സ്ലാങ് ആണല്ലോ, പിടിക്കാൻ പാടുപെട്ടോ? കുറച്ചൊക്കെ സാമ്യത ഉണ്ടെങ്കിലും എന്നാലും അവരൊരു സ്ലാങ്ങിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അവരെന്നെ ഹെൽപ്പ് ചെയ്തപ്പോൾ അത് എത്രത്തോളം സക്സസ് ആയി എന്നുള്ള കാര്യം എനിക്കറിയില്ല, ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിലെ എന്തെങ്കിലും ഡയലോഗ് ഞങ്ങൾക്ക് പറയാം? അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്തിനെങ്കിലും ഒരു ഡയലോഗ്? അയ്യോ, അല്ല വേണ്ട, ഞാൻ ആ കഥാപാത്രമായോ മതി, ഞാൻ ചോദിക്കാം. നോക്കാം. നിങ്ങളെ വീട് എവിടെയാണ്? ഞാനിവിടെ അല്ലേ, വേണ്ടടാ അത് വേണ്ട, അത് ഭയങ്കര പണിയായിരിക്കും, വേണ്ട ഇത് കട്ട് ചെയ്താ. നല്ല പണിയാണ്. കാരണം ഇത് ത്രൂ ഔട്ട് ഉള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഡയലോഗ് എന്റെ മനസ്സിൽ കേറുന്നില്ല, വേണ്ട അത്. ഓക്കെ. അപ്പം കഴിഞ്ഞ നമ്മുടെ എന്നതാൻ കേസ് കൂടുതൽ സിനിമയിലെ തന്നെ നോക്കുവാണെന്നുണ്ട്, അതിനകത്തെ പാട്ടുണ്ടല്ലോ. അപ്പോൾ അത് റീൽസിലായാലും ശരി, എപ്പോഴും ഞാൻ സോഷ്യൽ മീഡിയ ആ സിനിമ ഇറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ കണ്ട റീൽസ് പറഞ്ഞാൽ നിങ്ങളുടെ ആ പാട്ടാണ്. ഇത് ഒരു കാലത്ത് എന്നും മനസ്സുകളിൽ നിന്നൊരു പാട്ടുകൾ പെട്ടെന്ന് വരുമ്പോഴേക്കും ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് ഉണ്ടല്ലോ ആളുകൾക്ക്, പിന്നെ ആ നൊസ്റ്റാൾജിക് മെമ്മറീസ്. ശരിക്കും അത് കണ്ടിരുന്നോ? പിന്നെ അല്ല, ശരിക്കും അങ്ങനത്തെ ഒരു സീൻസ് ഒക്കെ കണ്ടു കഴിയുമ്പോഴേക്കും എന്താ പറയാ, ഇത്രയും റീൽസ് ഇത്രയും റീച്ച് ആകുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു? അങ്ങനെ പറയുമ്പോൾ ഞാൻ ഈ ഇൻസ്റ്റയിൽ തന്നെ ഞാൻ അത്ര ആക്റ്റീവ് ഒന്നല്ല, ജസ്റ്റ് റീൽ എടുക്കണം, പോസ്റ്റ് ചെയ്യണം, അതെത്ര ചളിയാണെങ്കിലും പോസ്റ്റ് ചെയ്യും. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരാളിങ്ങനെ പടമെല്ലാം വരച്ചെടുക്കും. ഞാൻ എനിക്ക് ശരി എൻ്റെ പടമെല്ലാം ആരെങ്കിലും വരച്ചു തരും, എപ്പോഴെങ്കിലും വരച്ചു തരും. പിന്നെ ഇത് ഇറങ്ങിയ സമയത്ത് പടമായി, അതായി ഇതായി അങ്ങനെ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതുപോലെ എൻ്റെ റീൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, എൻ്റെ ഓൺ വോയിസ് ഇല്ല സാധനം വേറെ ആൾക്കാർ ചെയ്യുന്നതെല്ലാം ഒരു സന്തോഷം തന്നെയാണ്. അപ്പോൾ അത് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾക്ക് വേണ്ടി ആ പാട്ടൊന്ന് പാടാം. ആ പാട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ള കാര്യം. ഇപ്പൊ നിങ്ങൾ ഇത് കേട്ടിരിക്കുന്നവർക്ക് ഇത് എത്രത്തോളം ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. സഹിച്ചിരിക്കുന്നു. ഇവിടെ പിന്നെ എല്ലാവർക്കും പാട്ട് നല്ലോണം പഠിച്ചിരിക്കുന്നോണ്ട് പിന്നെ കുഴപ്പമില്ല. ആ പാടാ. മഞ്ഞു വീണതറിഞ്ഞില്ല, വെയിൽ വന്നു പോയതറിഞ്ഞില്ല, ഓമനേ നീ വരും നാളുമെണ്ണീരുന്നു ഞാൻ, 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. ഭയങ്കരമായിട്ട് തലയെല്ലാട്ട് അല്ല, ഭയങ്കര നല്ല രീതിയിൽ പാടിയിട്ടുണ്ട്. ആള് പറഞ്ഞ ഉടനെ തന്നെ പാടിയല്ലോ, നോ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പാടും സർ എന്ന് പറഞ്ഞാണ്, പാടും, ഞാൻ പാടിയിരിക്കും. അത് നിങ്ങൾ എങ്ങനെ എടുക്കുന്നൊന്നും അറിയില്ല, ഞാൻ പാടും, ഞാൻ പാടിയിരിക്കും. അപ്പൊ എന്തായാലും ആ പാട്ട് നല്ല രീതിയിൽ ഹിറ്റായി. നിങ്ങളുടെ കോംബോ പ്രേക്ഷകർ ഒരുപാട് സ്വീകരിക്കണമെന്ന് മാത്രമേ ആഗ്രഹം ഉണ്ടല്ലോ, പാടും. അല്ല, ശരിക്കും അത് ഏറെ ലെവലല്ലേ, ഒറ്റ സീൻ മതിയല്ലോ. ഇന്നും മലയാളികൾ ഒന്ന് നോക്കി കഴിഞ്ഞാല് സുരേഷിന്റെ സുമലത എന്ന് പറഞ്ഞ ആ കോംബോ ഇന്നും മലയാളികൾ, എനിക്കൊന്ന് ആ ഒറ്റ കോംബോയിൽ തന്നെ ഇപ്പൊ അടുത്ത സീക്വൽ വരുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പ്ലാൻ ഒന്നും ഇല്ലായിരുന്നല്ലോ, എങ്ങനെയായിരുന്നു അത്? അതും നേരത്തെ കുറെ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഒരു പൂ ചോദിച്ചൊരു പൂക്കാലം കിട്ടിയ അവസ്ഥയായി. അതിന്റെ ഒരു സ്പിൻ ഓഫ്, അത് മലയാളത്തിൽ തന്നെ ആദ്യത്തെ സ്പിൻ ഓഫ് എന്നാ കേട്ടെ. അപ്പം അതിന്റെ ഭാഗമാവാൻ പറ്റിയെന്നെല്ലാം പറഞ്ഞ വലിയ ഭാഗ്യം. ശരിക്കും എന്റെ ഫസ്റ്റ് പോസ്റ്റർ ഒക്കെ ഇറങ്ങിയ സമയത്ത് ഞാൻ ഇതെന്താണ് ഇങ്ങനെ ഒരു പോസ്റ്റർ, ബ്ലാക്ക് ആൻഡ് വൈറ്റിലുണ്ട്, കളറിലുണ്ട്, ഓരോ ലുക്കില് 2-3 പിന്നെ കാലഘട്ടം ചെയ്യുന്നുണ്ട്. ഒരു സിനിമയിൽ തന്നെ നിങ്ങളുടെ കോംബോയിൽ 2-3 കാലഘട്ടങ്ങളല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഒക്കെ ഉണ്ടായിരുന്നു? അത് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണല്ലേ പറയാൻ. എല്ലാം ഈ പാർട്ടായാലും എല്ലാം ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇത്ര വലിയ സിനിമയല്ലേ. അപ്പം ഇതെങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പം മനസ്സിലായിട്ടില്ല സത്യത്തിൽ. ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനി തിയേറ്ററിൽ പോയി കണ്ടാലേ ഇതിൻ്റെ അവസ്ഥകൾ ഞാൻ ചെയ്തത് എന്താന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവും.
നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ അത് പറയാൻ പറ്റുന്നില്ല, എനിക്ക് അത് എങ്ങനെയാണെന്ന് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു വീഡിയോ ആയിരുന്നു രജിചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്നത്, അവരുടെ അമ്പലത്തിലെ സീനൊക്കെ. ശരിക്കും ഓരോ സീൻസ് എങ്ങനെ വേണ്ട സീൻസ് പുള്ളിക്കാരൻ തന്നെ കൊറേയൊക്കെ ചെയ്തു തരും, ഡാൻസ് വരെ ചെയ്തു തരുന്നിട്ടുണ്ട്. അന്ന് കാണാൻ പറ്റിയില്ല. അത് വരും, വൈകാണ്ട് വരും. ശരിക്കും എല്ലാ കാര്യം എല്ലാത്തിലും എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ സുരേഷ് ഏട്ടൻ എങ്ങനെയുണ്ട് ആള്? സുരേഷ് ഏട്ടനും പൊളിയാണ്. പിന്നെ നമ്മളിപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് അത് ചെയ്യാൻ പറ്റുള്ളൂ, എന്നെ കൊണ്ടാവും, അത് പറ്റും, അങ്ങനെയെല്ലാം പറഞ്ഞ് മോട്ടിവേറ്റർ ആണ്. ഭയങ്കര. അപ്പം ഇപ്പൊ ഈ എനിക്കൊന്നും ഒരു എന്താ പറയാ എന്നാത്താൻ കേസുള്ള സിനിമയിൽ നിങ്ങൾക്ക് 1-2 സീൻസേ ഉള്ളൂ. അപ്പം ഈ സിനിമയിലോട്ട് വരുമ്പോഴേക്കും ഐ മീൻ അതിന്റെ സീക്വൽ എന്ന് പറയുമ്പോഴേക്കും ഒരു കണ്ടിന്യൂസ് ഉള്ള ഒന്നുകൂടെ കെയർഫുൾ ആയിരിക്കണമല്ലോ. അപ്പൊ ആദ്യത്തെ സിനിമയെക്കാളും എത്രത്തോളം എന്താ പറയാ ചെയ്തു പോയി അത് ക്ലിക്ക് ആയെന്നുള്ള അതിന് ഇച്ചിരൂടെ കെയർഫുൾ ആയിരിക്കണം. ആളുകൾ എങ്ങനെ എടുക്കും, ഇച്ചിരൂടെ അങ്ങനെ പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? മീൻസ് ആ സുമലത എന്ന് പറയുന്ന ക്യാരക്ടർ അതേ ജോണർ പിടിക്കണമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് കെയർഫുൾ ആയിട്ട് തന്നെയാണ് ചെയ്തത്. പിന്നെ ഇതിൽ ആ ഒരു ഹ്യൂമർ മാത്രമല്ല, എല്ലാ ഇമോഷൻസും അതിലുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂറ്റി സുമലത എന്ന് പറയുന്ന ഒരു ഇതിലും ചെയ്യാൻ നോക്കി, കണ്ടിന്യൂറ്റി വരുത്താൻ നോക്കിയിട്ടുണ്ട്. ഈ നമ്മുടെ എന്നാത്താം കേസ് കൂടുതലെ ഫേമസ് ആയിട്ടൊരു ഡയലോഗ് ഉണ്ട്, നമ്മുടെ സുരേഷിനോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രഷർക്ക് വേണ്ടി പറയാം. കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കുകയാണ്, എല്ലായിടത്തും പോയാലും ഇതൊക്കെ ചോദിക്കുന്നത്. വേറെ ഒന്നും ഇല്ലല്ലോ ചോദിക്കാനും പറയാനും, അതുകൊണ്ട് ഇത് ഉറക്കത്തിലും കയറി പറയും. എന്ന് വെച്ചപ്പോ തെറ്റ് തന്നെ ട്രോളിക്കൂടെ കേട്ടോ, അതെന്തായാലും ഉണ്ടാവും. ഒന്നിക്കാൻ തീരുമാനിച്ച ഒരു സ്ത്രീക്കും പുരുഷനും സ്വന്തം ഓട്ടോ അല്ലാണ്ട് വേറെ ഏതാണ് സാറേ കംഫർട്ട് ആയില്ല സ്ഥലമുള്ളത്? സുരേഷേട്ടൻ ഒരു തിരക്കും ഉണ്ടായിട്ടാ വീട്ടിൽ പോയിട്ട്, എനിക്ക് അത്രയും ഉണ്ടായിട്ടാ. അതുകൊണ്ട് തന്നെ നല്ലോണം വല്ലാണ് സുരേഷേട്ടൻ വണ്ടി എടുത്തിന്. ഒരു 20-25, അല്ലാണ്ട് ഈ വക്കീലിന്റെ സൗകര്യത്തിന് വണ്ടി ഓടിക്കാൻ എന്റെ സുരേഷേട്ടന് കിട്ടൂല. സുരേഷേട്ടൻ ഭയങ്കര കെയറിങ് ആണ്, അതാണ് സുരേഷേട്ടൻ ലൈൻ. സ്ലോ സ്റ്റഡി വിൻസ് റേസ്, അതാണ് എന്റെ ലൈൻ. അടിപൊളി. കാരണം ശരിക്കും നാച്ചുറൽ ആയിട്ടല്ല സാധനം. എനിക്ക് അതേ സീൻ കണ്ടപ്പോൾ അതേപോലെ ഫീൽ ചെയ്തു. കാരണം എന്താ വെച്ചാൽ നോർമലി പിന്നെ അത് റീടേക്ക് അല്ലെങ്കിൽ പിന്നെ ഒന്ന് അഭിനയിക്കാൻ പറയുമ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യുക അല്ലെങ്കിൽ എന്താ ഇത് അതേപോലെ ഫീൽ ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ, തകർത്ത്. ഇപ്പം വയസ്സെത്രയിലേക്ക് വരാം. വയസ്സെത്ര എന്ന സിനിമ നോക്കും, അതൊരു നല്ലൊരു മെസ്സേജ് ആയിരുന്നു സിനിമ. കാരണം അപ്പോൾ പെണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടുന്നവരുടെ സ്ട്രഗിളിങ്ങും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ഇതാണ്. ശരിക്കും എന്താ പറയുക, കല്യാണം എന്ന് പറയുന്നത് എന്തോ എന്താ പറയുക ലൈഫിൽ വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഴിച്ചേ പറ്റുന്നൊരു സ്റ്റേജ്, അങ്ങനെ ഒരു ഇതുണ്ടോ കല്യാണം എന്ന് പറയുന്നത്? അതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കല്യാണം കുടുംബം എന്നുള്ള പറയുന്നത് ഒരു വേറെ തന്നെ ഒരു ഫീലാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കല്യാണം വേണം എന്നല്ല, അത് ഒരാളെ വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ. അപ്പം കുടുംബം, കുട്ടികൾ, ഇതെല്ലാം ഉണ്ടാവുന്ന തന്നെയാണ് നല്ലതെന്ന് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമുക്ക് ഒരു കല്യാണം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ലൈഫ് പാർട്ണർ, അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങൾ പറയാനായിട്ട് ഒരാൾ, അങ്ങനെ ഒരാള്. അപ്പം ഒരു കല്യാണത്തിന് പോകുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു കല്യാണം കഴിക്കാൻ പോകുമ്പോൾ സ്ത്രീധനം എന്ന് പറയുന്നൊരു സാധനം, ആ ഒരു കസ്റ്റം ശരിയെന്ന് അതിപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫ് ഷെയർ ചെയ്യാനായിട്ട് ഒരു ആളല്ലേ തേടുന്നത്. അതിന് ഈ പറഞ്ഞ പോലെ സ്വർണവും പണത്തിന്റെ ആവശ്യം ഉണ്ടോ എന്ന് തോന്നുന്നുണ്ടോ? അതിന്റെ ആവശ്യം അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇല്ല, അത് ഇങ്ങനെ ഇത്ര സ്ത്രീധനം വേണം. നമ്മളെന്താ ഒരു കടയിൽ പോയി ഒരു സാധനം മേടിക്കുന്ന പോലെ ഒരു വിലയിട്ട് വാങ്ങുന്ന ഒരു ഇതല്ല. അല്ല ശരിക്കും അങ്ങനെ ആണെങ്കിൽ പോലും വില കൊടുക്കുന്നത് പെൺവീട്ടുകാരായിരിക്കുമല്ലോ. അതെനിക്ക് തോന്നുന്നു നമ്മളെ വടക്കോട്ടുനിന്ന് അങ്ങനെ സ്ത്രീധനം എന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങുന്ന അങ്ങനെ ഒരു ഇതില്ല എന്നാ എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല, ഉള്ളത് കൊടുത്തു ഇന്ന് ഇത്ര ഇത് പറയുന്നു അങ്ങനെയൊന്നും ഇല്ല എന്നാ തോന്നുന്നത്, എനിക്കറിയില്ല. ശരിക്കും അങ്ങനെ ഒരു കസ്റ്റം ഇല്ലാതിരിക്കുന്ന ഐ മീൻ ഇപ്പോഴും പലപ്പോഴും ഇല്ല, ഉള്ളത് കൊടുക്കുക, അല്ലെങ്കിൽ അവര് ഒരു ഭാവിയിലേക്കുള്ള ഒരു ഇതായി അങ്ങനെ അല്ലാതെ ഇങ്ങനെ ഇത്ര വേണം എന്ന് പറഞ്ഞ് പിന്നെ അതിനെ പറ്റി നമ്മൾ കാണുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ. അതിനെ വെച്ച് ഇനിയിപ്പോൾ സ്ത്രീധനം കൊടുത്തിട്ടായാൽ പോലും ഒരുപാട് പെൺകുട്ടികൾ അതിനൊരു സഫർ ചെയ്യുന്നതെല്ലാം കാണുന്നുണ്ടല്ലോ. അപ്പം ആ ഒരു കസ്റ്റമിനോട് ഞാൻ യോജിക്കുന്നില്ല. മാനസികമായിട്ട് അടുപ്പമുണ്ടെങ്കിൽ ആ ഒരു അതെ പറഞ്ഞ പോലെ ഈ മനപ്പുറത്തിന്റെ കാര്യം പറയുമ്പോ ഈ ജാതകം അങ്ങനത്തെ അന്ധവിശ്വാസങ്ങളൊക്കെ എപ്പോഴും അന്ധവിശ്വാസമാണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ ഈശ്വരനിൽ നമ്മള് വിശ്വസിക്കുന്നില്ലേ, അത് നമുക്ക് അതും വ്യക്തി സ്വാതന്ത്ര്യമല്ലേ, വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം. ഇപ്പൊ എൻ്റെ കുടുംബത്തിൽ നിന്നെല്ലാം പറഞ്ഞാൽ ജാതകമെല്ലാം നോക്കി അങ്ങനെയുള്ള ഒരു ഫാമിലി തന്നെയാണ്. പക്ഷെ ഞാൻ എൻ്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ കല്യാണം കഴിഞ്ഞ് സെപ്പറേറ്റ് ആയൊരു വ്യക്തിയാണ്. ഇതുപോലെ ജാതകമെല്ലാം നോക്കി ചെയ്ത കല്യാണമൊക്കെ തന്നെയാണ്, അതിന് വലിയ പ്രാധാന്യമില്ല.
നോർമലി നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു പെണ്ണ് കാണാൻ പോവുകയാണെങ്കിൽ തന്നെ ഫസ്റ്റ് അന്വേഷിക്കുന്ന ചെറുക്കൻ്റെ സാമ്പത്തികം, ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, ജോലി എങ്ങനെയാണ്, ഇതൊക്കെയുള്ളത്. അപ്പം അവരും ഇതേ പാറ്റേൺ അല്ലേ കീപ്പ് ചെയ്യുന്നത്. അവരുടെ ഭാവി സേഫ് ആണോ, കെട്ടിച്ച് വീട്ടിൽ കയറി കഴിഞ്ഞാൽ ലൈഫ് സേഫ് ആണോ, അത് അതിന്റെ ആവശ്യകത ഉണ്ടെന്ന് വെച്ചാൽ നല്ലൊരു പാർട്ണർ നോക്കിയാൽ. നമ്മളിപ്പം ഇപ്പോൾ ഈവൻ ഇയാളാണെങ്കിലും ഞാനാണെങ്കിലും നമ്മളെ കുട്ടി സേഫ് ആയിരിക്കണം എന്നല്ല ആഗ്രഹിക്കും. അപ്പം മൊത്തത്തിൽ നമ്മൾ വേറൊരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് പോകുന്നതല്ല. അപ്പോൾ ആ ഫാമിലി എങ്ങനെ സേഫ് ആണെന്ന് ചോദിക്കുന്നത് സ്വാഭാവികം തന്നെയാണ്. പക്ഷേ ഫൈനാൻസ് കുറച്ചുകൂടെ ഇൻവോൾവ് ആകുമ്പോൾ ചെക്കന് സാമ്പത്തികമുണ്ടോ, ലൈഫ് സേഫ്, അത് നല്ലൊരു പാർട്ണറല്ലേ ആവശ്യം നമുക്ക്. അതെ, അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ കയറി ചെന്നാലും ഈ ലൈഫ് പാർട്ണർ നമുക്ക് ആപ്റ്റ് ആണോ എന്നുള്ളത് അവരോട് ജീവിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇനി എത്ര നോക്കിയാലും നമുക്ക് പുറം വശം മാത്രമേ നമുക്കത് മനസ്സിലാവും. അത് ജീവിച്ചു കഴിഞ്ഞാലല്ലേ നമുക്കിപ്പോൾ അത് ഇനിയിപ്പോൾ നമ്മൾ തമ്മിൽ ഇപ്പം എത്ര സംസാരിച്ചാലും അത് ഒരു ലക്ക് എന്ന് പറയും അല്ലേ, യോഗം എന്ന് പറയും. ചിലപ്പോൾ നല്ല എത്രയോ അറേഞ്ച്ഡ് മാരേജ്, അതായത് ഈ പറഞ്ഞ പോലെ ചായ കുടിച്ച് തുടങ്ങുന്ന ബന്ധങ്ങൾ ഇപ്പോഴും നല്ല രീതിയിൽ ആഫ്റ്റർ മാരേജ് അവർ നന്നായിട്ട് സ്നേഹിച്ച് പോകുന്നുണ്ട്. ലവ് ചെയ്ത് കല്യാണം കഴിച്ചവർ പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ആകുന്നുണ്ട്. യോഗം സമയം ഇപ്പൊ സാമ്പത്തികം ഒരു മാറ്റർ തന്നെയാണ്. അതെ, ജീവിക്കണമെങ്കിൽ അത്യാവശ്യം സാമ്പത്തികം വേണം. അത് ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്ത് വലിയ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അത്യാവശ്യം ഒരു സ്റ്റേബിളാണ്. ഇപ്പോൾ നമ്മുടെ വയസ്സെത്രയില് പറയുന്ന പ്രശാന്തന്റെ കഥാപാത്രമുള്ള പുള്ളിക്കാരൻ്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്? എന്താ പറയാ, ഞാനത് പറഞ്ഞ ചിലപ്പോൾ ഞാൻ അറിയാതെ കഥ അത് കാണുന്നതായിരിക്കും നല്ലത്. എനിക്കിങ്ങനെ അത് എവിടെയും തൊടാതെ പറയാൻ ചിലപ്പോൾ ഞാൻ കൂടെ പറ്റിയൊന്നുമില്ല. ഇപ്പം ഓരോരുത്തർക്കും ഓരോ ഡ്രീം ഉണ്ടാവല്ലോ. സിനിമ ആക്ച്വലി ഡ്രീം അല്ലായിരുന്നു, പിന്നെ അതിനുവേണ്ടി ഓഡീഷൻ ഒക്കെ ചെയ്ത് അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. ഭയങ്കര കോംപ്ലക്സ് ഉള്ള ഒരാളായിരുന്നു ഞാൻ. ഈ സിനിമ വലിയ നല്ല എന്താ പറയുക, ഈ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഭയങ്കര കളറ്, ഭയങ്കര സ്റ്റൈല്, ഇതെല്ലാം വേണം എന്നല്ലേ അങ്ങനെയെല്ലാം വിചാരിച്ച് അതിൽ നിന്നെല്ലാം മാറി. ഇപ്പോൾ അഭിനയമല്ല, ബിഹേവിയർ ആയിപ്പം തോന്നുന്നുണ്ട്. അപ്പം ഇപ്പോൾ വരുന്ന സിനിമകളായാലും പിന്നെ ഇതുപോലെ സിനിമയിലേക്ക് സ്വപ്നം ഉണ്ടായത് എത്തിപ്പെടാൻ പറ്റിയതും അല്ല, ഇപ്പൊ ഇതെല്ലാം മാറി, ജീവിതം മാറി. അതെ. ഇപ്പം ഇനി ഒരു കഥാപാത്രം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നോർമലി നമ്മൾ കണ്ടുവരുന്ന ഇപ്പോൾ ഒരു കഥാപാത്രം ക്ലിക്കായി എല്ലാവരും തിരിച്ചറിഞ്ഞു. ഇപ്പം നമ്മൾ വിചാരിക്കും കണ്ടിന്യൂസ് സിനിമയിൽ കാണാൻ പറ്റും എന്ന് വിചാരിക്കും. അങ്ങനെ ഒരു കഥാപാത്രങ്ങൾ വന്നിരുന്നോ? എങ്ങനെ ഐ മീൻ ഇപ്പോൾ എന്നാത്താൻ കേസ് കൂടെ ക്ലിക്കായി നല്ല രീതിയിൽ റെസ്പോൺസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നമ്മൾ ക്ലിക്കായ സമയത്ത് നമ്മൾ വിചാരിക്കും ഇനി ഒരുപാട് സിനിമകളിൽ കാണാൻ പറ്റും, തുടർച്ചയായി കാണാൻ പറ്റും. ഞാൻ അങ്ങനെ വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു ഇനി ഞാനിപ്പോൾ ഇത് സിനിമ ചെയ്താലും വീട്ടിലിരുന്നാൽ ആരും വരില്ല, ഓഡീഷൻ തന്നെ പോകണം. അങ്ങനെ വിചാരിച്ച് ഞാൻ ഓഡീഷന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയില്ല. അവസരങ്ങൾ തേടി വരും. അങ്ങനെ വന്നു തന്നെയാണ്. വയസ്സ് എത്രയായി? ഇത് ഓഡീഷൻ, ഇതിങ്ങനെ ഒരു കാസ്റ്റിംഗ് കോൾ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇതിൽ ഈ എന്നാത്താൻ കേസോട് എന്ന് പറയുന്ന ആ ക്യാരക്ടർ വെച്ചിട്ട് തന്നെ ഇവരെന്നെ വിളിച്ചിട്ടില്ല. അത് അതിനുശേഷം പൊറാട്ട് നാടകം അതിൻ്റെ ഇടയിലെല്ലാം ഞാൻ ഓഡീഷന് പോകുന്നുണ്ട്. പക്ഷെ ഓഡീഷൻ്റെ ഒന്നും കിട്ടിയില്ല. പൊറാട്ട് നാടകം എന്ന് പറഞ്ഞ മൂവി അതും കിട്ടി, അതും ഇത് വെച്ചിട്ട് തന്നെ കിട്ടി. അതുപോലെ ക്യൂൻ എലിസബത്ത് എന്ന് പറഞ്ഞ മൂവിയിലും ചെറിയൊരു റോൾ ചെയ്തു, അതും ആ ബേസിൽ തന്നെയാണ് കിട്ടിയത്. പിന്നെ അതിനുശേഷം ഇത് ഹൃദയഹാരിയായ പ്രണയകഥ, അതിനുശേഷം ഇപ്പം 2-3 ഇങ്ങനെ സ്റ്റോറി പറയും കാര്യങ്ങളും ചെയ്തല്ലാതെ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഇനി എന്താവുമെന്നും അറിയില്ല. പക്ഷെ ഇതിൽ തുടർന്ന് ഇങ്ങനെ പോകണം തന്നെയല്ലേ, അല്ലെങ്കിൽ നായിക ചെയ്യണം, അങ്ങനെയല്ല, നല്ല ക്യാരക്ടർ റോൾ ചെയ്യണം, അങ്ങനെ നിൽക്കണം, നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം. എത്ര സിനിമ ചെയ്യുന്നില്ല, അങ്ങനെയല്ല, എത്ര പേര് നമ്മളെ സിനിമകൾ സ്വീകരിച്ച് എത്ര കഥാപാത്രം നിലനിൽക്കുന്നു എന്നുള്ള. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഡ്രീം ഉണ്ടല്ലോ. സിനിമ ചെയ്യുന്ന സമയത്ത് ഇന്ന കഥാപാത്രം ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം എന്തായിരിക്കും? അയ്യോ, അങ്ങനെ കുറേ ഉണ്ട്. ഒരെണ്ണം? അയ്യോ, അതല്ലേ ഇപ്പൊ പറയാൻ. ഒരെണ്ണം പറയാം. ഇപ്പൊ ചില സിനിമകൾ കാണുമ്പോൾ ഇതേപോലെ ഒരു കഥാപാത്രം എനിക്ക് കല്യാണ മന്ത്രത്തിൽ ഉർവശി ചേച്ചിന്റെ എല്ലാം ക്യാരക്ടർ ഭയങ്കര ഇഷ്ടം. ഉർവശി എന്ന് പറയുമ്പോൾ തന്നെ മലയാളത്തിലെ വലിയൊരു നടിയാണ്. കാരണം മലയാളത്തിലെ കമലഹാസൻ എന്നാണ് പലരും വിളിക്കുന്നത്. അപ്പൊ ഉർവശിയുടെ കഥാപാത്രം ജസ്റ്റ് ചുമ്മാ ഒന്ന് ആക്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ. അയ്യോ, അതൊന്നും പറ്റൂല. അങ്ങനെയൊന്നും ഒന്ന് ജസ്റ്റ് ഏതെങ്കിലും ഒരു ആ ഡയലോഗ് തന്നെ എനിക്ക് അങ്ങനെ ഡയലോഗ് ഒന്നും ഓർമ്മയില്ലടാ സത്യമായിട്ടും. അല്ല, ആ ഡയലോഗ് സിറ്റുവേഷൻ എന്റെ ഡയലോഗിനൊക്കെ ഓർമ്മയില്ല. അല്ല, ജസ്റ്റ് ഒരു സിറ്റുവേഷൻ തരുവാണ്. ആ സിറ്റുവേഷൻ ആ കഥാപാത്രമായി ഒരു വിധത്തിലും പിടി തരത്തില്ലെന്നൊക്കെ പറയുന്നത്. ഇതാണ് അതെല്ലാം പറയും. വേണ്ട, അങ്ങനെ വേണ്ട, ഒരു വിധത്തിൽ പിടി തരത്തില്ല കൈസ്. അപ്പം
സിനിമ നമ്മൾ ചെയ്യുന്ന ഓരോ സിനിമയും ഇപ്പൊ ഉർവശി കഥാപാത്രം ചെയ്യണം അങ്ങനത്തെ. ഉർവശി ചേച്ചി എന്ന് പറയുന്നത് ഉർവശി ചേച്ചിയാണ്, അതിന്റെ പകരം വെക്കാൻ പിന്നെ ആരും ഇല്ല. അത് നമുക്ക് അതുപോലെ ആവണമെന്ന് ആഗ്രഹം മാത്രമേ ഇല്ലൂ, അല്ലാണ്ട് എനിക്കത് ചെയ്ത് കാണിച്ചു തരാൻ ചിലപ്പോൾ പറ്റൂല. റീൽസിലും ചിലപ്പോൾ ചെയ്യുമായിരിക്കും, പക്ഷെ അതൊന്നും നമ്മളൊന്നും വേണ്ട. പറയട്ടെ, ഇവിടെ എല്ലാം റെഡിയാവും. അപ്പം ഉർവശിയുടെ കഥാപാത്രം പോലത്തെ കഥാപാത്രം ചെയ്യാൻ താല്പര്യമാണെന്ന് പറയാം. അപ്പം എപ്പോഴെങ്കിലും ഒരു ബോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രം നിന്ന് ബ്രേക്ക് ചെയ്യുന്ന ലെവൽ ഓഫ് കഥാപാത്രം ഏതെങ്കിലും ഡ്രീം ചെയ്തിട്ടുണ്ടോ? ഉർവശി ചെയ്ത അതൊരു നോർമൽ അല്ലെങ്കിൽ വീട്ടമ്മ അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. അപ്പം അതല്ലാതെ ചെയ്തതൊരു പോരാട്ട നടന്ന് പറഞ്ഞ മൂവിയിൽ ഈ ജോണറൊന്നും അല്ല, കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി ഈ പറഞ്ഞ പോലെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടോന്ന് ചോദിച്ചേ? ആഗ്രഹമുണ്ടോ? അതായത് അതേപോലത്തെ ഡ്രീം ചെയ്യുന്ന ഒരു കഥാപാത്രം അല്ലെങ്കിൽ ആക്ഷൻ റോൾ? ഞാൻ ഒരു ഡ്രീമിന്റെ കാര്യം പറഞ്ഞ നീ ഒരു പണി തരാൻ നോക്കി, അടുത്ത ഡ്രീം ഞാൻ പറയാം. എനിക്കങ്ങനെ ഞാനിപ്പം പറഞ്ഞില്ലേ, ഇപ്പം അതുപോലെ ഇപ്പം അവരെല്ലാം ഇപ്പൊ ഉർവശി ചേച്ചിന്ന് മാത്രമല്ല ഒരാളെ ചെയ്യുന്ന ഇപ്പൊ പുതിയ വന്ന കുട്ടികളാണെങ്കിലും ചെയ്യുന്ന കാണുമ്പോൾ നന്നായിട്ടുണ്ട്. അതുപോലെ ചെയ്യാൻ പറ്റണമായിരുന്നു എന്നുള്ള ചിന്തയൊക്കെ ഉണ്ട്. അപ്പം ഡ്രീം ജോണർ മാറ്റി പിടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. എല്ലാം ഒരേ ജോണറിൽ പോവാതെ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ അങ്ങനെ നിന്നോട് ഞാനിപ്പോ അതുപോലെ പറഞ്ഞ നീനോട് അതുപോലെ അപ്പം ഇപ്പൊ വയസ്സെത്രയിലേക്ക് വന്നു, അപ്പോൾ ഇനി ഒരുപാട് ചിത്രങ്ങൾ വരുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ നല്ലൊരു മെസ്സേജ് കൂടെയാണ് നൽകുന്നത്. ഇപ്പോൾ സൊസൈറ്റിക്കാർ ശരി മറ്റുള്ള ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ് കല്യാണം എന്ന് പറയുന്നത്. ഇത്ര പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണ് കിട്ടുമോ എന്ന് പറയുക. കാരണം ആൺകുട്ടികളുടെ കേസിലാണെങ്കിൽ തന്നെ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം 25 തൊട്ടേ പെണ്ണ് ആലോചിച്ച് തുടങ്ങണം, 30 കല്യാണം കഴിക്കണം, 30 കഴിഞ്ഞാൽ പിന്നെ നോക്കരുത്, അങ്ങനത്തെ ഒരു വയസ്സ് 30 കഴിഞ്ഞാൽ പിന്നെ എന്തോ ഒരു വയസ്സായി അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ്. ശരിക്കും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്നതല്ല, ഞാനത് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഞാൻ പറയേ കസിൻ 29 വരെ ഏകദേശം പെണ്ണ് കാണാൻ പോവാനെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നു. 30 കഴിയുമ്പോൾ പെണ്ണേ ഇല്ല എവിടെ. 30 കഴിഞ്ഞു, 32 കഴിഞ്ഞു. അപ്പം അത് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതെല്ലായിടത്തും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇത് എന്തുകൊണ്ടായിരിക്കും പെണ്ണ് കിട്ടാത്തത്? ഇപ്പം ഈ പറഞ്ഞ നോർമൽ ഡിമാൻഡ്സും ജോലി അതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും അല്ലാതെ എന്തായാലും പെണ്ണ് കിട്ടാനായിട്ട് ഇപ്പം പലരും പറഞ്ഞു. ഒരു സർവേ നടത്തിയപ്പോൾ തന്നെ പെൺകുട്ടികൾ പറഞ്ഞ ആൺകുട്ടികളെ കല്യാണം കഴിയാത്തല്ല, അവർക്ക് ഇൻഡിപെൻഡൻസ് ആണ്, ജോലിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, അവർക്ക് അവരുടെ കാര്യം നോക്കാൻ പറ്റുന്നുണ്ട്, പിന്നെ എന്തിനാണ് മാരേജ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ശരിക്കും അങ്ങനെ ഉള്ളപ്പോൾ തന്നെ അതാണോ ഈ കല്യാണം പെണ്ണ് കിട്ടാത്തതിൻ്റെ ഒരു കാരണം എന്ന് വിശ്വസിക്കുന്നത്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ലിവിങ് ടുഗദർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതായിരിക്കോ? അല്ല ശരിക്കും അങ്ങനെ ഒരു കഷ്ടം നല്ലതാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ലിവിങ് ടുഗദർ? അല്ല അതാകുമ്പോൾ ഈ പറഞ്ഞ ബാധ്യതകളില്ല എന്നല്ല, അതായത് ഒരു ക്യൂട്ട് എന്ന് പറയുന്നത് ഒരു കുടുംബം തന്നെയാണ്. അപ്പൊ ഈ പറഞ്ഞ ലിവിങ് ടുഗദർ മോശമല്ല. ഈ പറഞ്ഞാണെങ്കിൽ മാനസികമായിട്ട് എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമല്ലോ. പിന്നെ വേണമെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം, ഇല്ലെങ്കിൽ കൈ കൊടുത്ത് പിരിയാം. അങ്ങനെ അല്ല മറ്റേ കാരണം അവരോട് ചോദിച്ചാലും അവർ പറഞ്ഞത് കല്യാണം കഴിക്കുവാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇൻ കേസ് ഒരു 6 മാസം 1 വർഷം കഴിയുമ്പോൾ ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിവോഴ്സിന് പോകണമെങ്കിൽ ഒരു 6 മാസം അല്ല 1 വർഷം പിന്നെയും അതിന്റെ പുറകെ ഓടണം. ലിവിങ് ആണെന്നുണ്ടെങ്കിൽ പരസ്പരം മനസ്സിലാക്കിയിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കൈ കൊടുത്ത് വരിക, പിന്നെ അവർക്ക് ഫ്രണ്ട്സ് ആയിട്ട് തന്നെ ഇരിക്കാം. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം ലിവിങ് ആണോ നല്ലത്, മാരേജ് ആണോ നല്ലത്? ഒരു ഭംഗി എന്ന് പറയുന്നത് മാരേജ് തന്നെയാണ് നല്ല രീതിയിൽ പോകുന്നത്. അതാ ഞാൻ പറഞ്ഞ ലിവിങ് ടുഗദറായി പോയ ആൾക്കാർക്ക് അവർ ഓക്കെ ആണെങ്കിൽ അവർക്ക് കല്യാണം കഴിച്ച് അതാണല്ലോ അതിന്റെ ഒരു ഭംഗിയല്ലേ. കല്യാണത്തിൽ തന്നെ ശരിക്കും പറഞ്ഞ മാരേജ് ലൈഫ് അത് ഞാൻ ഇപ്പൊ എന്റെ അഭിപ്രായം പറഞ്ഞു, എല്ലാവർക്കും അത് സപ്പോർട്ട് ചെയ്യണമെന്നില്ലല്ലോ. അതെ തീർച്ചയായും. അപ്പം മാരേജ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഡ്രീം ഉണ്ടാവുമല്ലോ, ഫാമിലി ഇങ്ങനെയാണോ അങ്ങനെ ആവണം എന്താണ്. പക്ഷെ എപ്പോഴും നമ്മുടെ ലൈഫ് സിറ്റുവേഷൻസ് ഇവിടെ ഒരേപോലെ ആയിരിക്കണമെന്നില്ല. ലൈഫിൽ എപ്പോഴും സക്സസ്ഫുൾ ആയിരിക്കണം അങ്ങനെ ഡ്രീം അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. എങ്ങനെ? അതായത് ഇന്ന പോലെ ഫാമിലി ആയിരിക്കണം അങ്ങനെ എപ്പോഴും അങ്ങനെ. പക്ഷെ എന്റെ കല്യാണ സമയത്ത് ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചു. അപ്പൊ ഒന്ന് ഓർക്കാൻ പോലും സമയം കിട്ടാതെ അങ്ങനെ. പക്ഷെ ഇനി കുറച്ച് ഇനിയൊരു കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിരിക്കണം, തിരിച്ചും ഞാൻ സപ്പോർട്ട് കൊടുക്കുന്ന ആളായിരിക്കും. അങ്ങനെ നിങ്ങളെ പോലൊക്കെ തന്നെ. എന്നെ പോലെ തന്നെ അങ്ങനെയല്ല, നിങ്ങളെ എന്നെ പോലൊക്കെ തന്നെ. അല്ല എല്ലാവർക്കും ഉണ്ടല്ലോ പ്രായം, അതിനൊരു
ഘടകമല്ലല്ലോ. അതെ, പ്രായം ഒരു മാറ്റർ അല്ല. കാരണം നമ്മളെ എന്താ പറയാ, ഒരു മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിനൊരു ഫാക്ടർ മാത്രമേ ഉള്ളൂ, പരസ്പരം മനസ്സിലാക്കണം. മനസ്സുകൊണ്ട് ചേരുന്നുണ്ടെങ്കിൽ തീർച്ചയായും. അതെ, അതിപ്പം സാമ്പത്തികമല്ല, നമ്മളെ ഇപ്പം ഇയാളുടെ പ്രൊഫഷൻ ആണെങ്കിലും എങ്ങനെയായാലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം. തീർച്ചയായും ഞാൻ 100% പ്രായം ക്യാരക്ടർ ആണെങ്കിലും നമ്മൾ ചേരുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും. അപ്പം അങ്ങനെ ഒരു ലൈഫ് പാർട്ണർ വരണമെന്നാണ് ആഗ്രഹം. തീർച്ചയായും. അപ്പൊ പലരും നമ്മൾ കണ്ടിരുന്നത്, ഇപ്പോൾ പലരും കല്യാണത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ, പക്ഷേ പ്രൊഫഷൻ ലവ് ഒരു കല്യാണം കഴിയുമ്പോഴേക്കും പ്രൊഫഷൻ വിട്ട് കളയുന്ന കുറേ പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനിയൊരു കല്യാണം വരുവാണെന്നുണ്ടെങ്കിൽ പറയുവാണ് പ്രൊഫഷൻ ഒന്നും വേണ്ട, ചെയ്യേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ പറയുമോ? തീർച്ചയായും. ഞാനിത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വന്നൊരു കാര്യമാണ്. അപ്പം അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾ തന്നെ ആയിരിക്കും. അതിനൊരു അങ്ങനെ ഒരാൾ വരണം എന്നാണ് ആഗ്രഹം. തീർച്ചയായും അങ്ങനെ ഒരാൾ വരട്ടെ. അതെ, നടക്കും. അതെ. അപ്പം അതിന് ഞങ്ങൾക്ക് കൂടാണ്ട് വിളിക്കൂ ഞങ്ങളെ? ഇല്ല, വിളിക്കത്തില്ല. ഇപ്പോഴേ അടിച്ചു കളഞ്ഞു. ഇല്ല, വിളിക്കൂല, സ്വാഭാവികം. കഷ്ടമുണ്ട്. ഒരു പേരിനെങ്കിലും സമാധാനിപ്പിക്കണ്ടേ, വിളിക്കാൻ കേട്ടോ. അവിടെ വിളിക്കത്തില്ല ഇങ്ങനെ പറയാപ്പെങ്കിലും കഴിഞ്ഞു കേട്ടോ. പക്ഷെ ഇറങ്ങി ഞങ്ങൾ വരും കേട്ടോ. അപ്പം വയസ്സെത്രയായി പ്രേക്ഷകരിലേക്ക് എത്താൻ പോവാണ്. 28-ാം തീയതിയാണ് റിലീസ്. പക്ഷെ കൂടെ ഒരു വലിയൊരു പടം വരുന്നുണ്ട്, പേടിയുണ്ടോ? അല്ല, വലുത് ചെറുതെന്നില്ല, എല്ലാ പടത്തിനും അതിൻ്റെതായ എഫേർട്ട് ഉണ്ട്. അപ്പം ഇതും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പടം തന്നെയാണ്. കുറേ ആൾക്കാരില്ലേ, എല്ലാവരും കഷ്ടപ്പാട് ഇതിലുണ്ട്. അപ്പോൾ ഇതും സക്സസ് ആവട്ടെ. അപ്പം എന്തായാലും സക്സസ്ഫുൾ ആവട്ടെ. നമ്മുടെ എന്നാ തങ്കേസ് കൂടുതൽ സുമലത ടീച്ചർ എന്ന കഥാപാത്രം ഹിറ്റ് ആയതുപോലെ തന്നെ ഈ സിനിമയിലെ കഥാപാത്രം ഹിറ്റ് ആവട്ടെ. എല്ലാവരും ഹിറ്റ് ആവട്ടെ. തന്റെ ഡ്രീംസ് എല്ലാം സാധിക്കട്ടെ. ഇനി ഒരുപാട് സിനിമകൾ ഞങ്ങൾക്ക് കാണാൻ സാധിക്കട്ടെ. ഒരുപാട് ഇന്റർവ്യൂ വരാൻ സാധിക്കട്ടെ. അതെ, തീർച്ചയായും. അടുത്ത ഇന്റർവ്യൂവിൽ എന്തായാലും എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് വരൂടാ, പഠിച്ചിട്ട് വരണം. അടുത്ത ഇന്റർവ്യൂവിൽ നോ എക്സ്ക്യൂസസ്. ഉറപ്പല്ലേ? ഉറപ്പ് വന്നിട്ടുണ്ട്. അപ്പം ഇനിയും ഒരുപാട് ഡ്രീംസ് സാധിക്കട്ടെ. ഇനി ഈ സിനിമകൾ കാണാൻ സാധിക്കട്ടെ. നമുക്ക് ഇത്ര സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നേ. താങ്ക് യു.